പ്രിയപ്പെട്ടവരെ, ഏലിയാസ് ശ്ലീഹാ മൂശ കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പിലേക്കും നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നേ ദിവസം തിരുസഭാ മാതാവ് നമ്മുടെ ധ്യാനത്തിനായിട്ട് നൽകുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷം താഴെ ജനസമൂഹത്തിനിടയിലേക്ക് അവരുടെ ശുശ്രൂഷകൾക്കായിട്ട് ഇറങ്ങി വരുന്ന ഈശോയെയും ഈശോയോടൊപ്പമുള്ള അപ്പസ്തോലഗണത്തെയും നമ്മൾ കണ്ടുമുട്ടുന്നു. അപ്പസ്തോലന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, രക്ഷകന്റെ വരവിന് മുന്നോടിയായി ഏലിയ വരേണ്ടതല്ലയോ എന്ന്. ഇസ്രായേൽ ജനം, അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ വിമോചനത്തിനായി ഒരു രക്ഷകൻ വരുമെന്നും ആ രക്ഷകന് മുന്നോടിയായി മരണമില്ലാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയ വരുമെന്നും ഉള്ള വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹമാണ്. പക്ഷേ രക്ഷകനായ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാനെയോ തിരിച്ചറിയാൻ ആ ജനസമൂഹത്തിനോ അപ്പസ്തോലഗണത്തിനോ സാധിച്ചില്ല. ഇവിടെ നമ്മുടെ ചിന്ത, നാം ഓരോരുത്തരും ഇന്നായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ നമുക്ക് വഴിയൊരുക്കി തന്ന, നമ്മുടെ മുൻപേ പോയി വഴിവെട്ടിത്തന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, അങ്ങനെ പലരും. എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് നമ്മളവരെ, എത്രമാത്രം നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട് നമ്മളവരെ. ഇന്ന ദിവസം തമ്പുരാൻ സന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ വഴിയൊരുക്കി തന്നവർ, നമ്മുടെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിച്ചു, അവരെയൊക്കെ നന്ദിയോടുകൂടെ ഓർത്ത് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അങ്ങനെ ഞാൻ എന്ന വ്യക്തി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായി ഒന്നു ചേർന്ന് ജീവിക്കേണ്ട വ്യക്തിത്വമാണെന്ന് ഉള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. എവർക്കും നന്മകൾ നേരുന്നു.